മണാലിൻ്റെ അടുത്ത് ഒരു 8 കിലോമീറ്റർ മാറിയിൽ ഷലീൻ എക്കോ വില്ലേജ് പറഞ്ഞൊരു ഇത്രയും കിടിലൻ വില്ലേജ് ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് കൈസ് അറിയുന്നത്. ഇവിടെ വന്നപ്പോഴാണ് റിയൽ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ നല്ലൊരു കിടിലൻ വില്ലേജ്. ഷലീൻ എക്കോ എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഇവിടെ കാണാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടൊക്കെ കാണാം. അത് 200 വർഷം 300 വർഷം പഴക്കമുള്ള വീടുകളും അതിന് ആ വീടിൻ്റെ മേൽഭാഗമൊക്കെ മറ്റേ കല്ലൊക്കെ ഉണ്ടാവില്ല, കല്ലൊക്കെ സ്ലേറ്റ് പോലെ വെട്ടി ഷേറ്റാക്കി വെച്ചേക്കുന്ന വീടുകളും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു ചെറിയ അമ്പലവും ഗ്രാമവാസികളാണെങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ആപ്പിൾ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണാം. പിന്നെ ചെറിയുടെ മരം ഇന്നലൊക്കെ ഞാൻ കുറേ ചെറിയൊക്കെ പറിച്ച് കഴിക്കായിരുന്നു. എനിക്ക് കിട്ടുന്ന ടേസ്റ്റല്ല ചെറിയൊക്കെ. സീസണൊക്കെ ആവണമെങ്കിൽ ഒരു ആപ്പിളും ഉണ്ടാവും. അതുപോലെ ഇവിടുത്തെ സമാധാനമൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ടാകും. അപ്പോൾ മനുഷ്യനില്ലാത്ത അതിൻ്റെതായ പീസും പിന്നെ വ്യൂ ആണെങ്കിൽ തൊട്ട് മുമ്പിൽ കിണ്ണ ഹിമാലയസ് മൗണ്ടെയ്ൻസും മെഡോസിൻ്റെ വ്യൂവും പിന്നെ 10 അല്ലെങ്കിൽ 20 മിനിറ്റ് നടന്ന ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ഉള്ള കിടിലൻ സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വില്ലേജിൻ്റെ പേര് ഷലീൻ എക്കോ വില്ലേജാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് താമസിക്കണേ തന്നെ ഇവിടെ നല്ല കിടിലൻ ഹോം സ്റ്റേ ഉണ്ട്. ഓരത്താണ് ഈ ഹോം സ്റ്റേൻ്റെ പേര്. പെർ ഹെഡ് ഒരു ഡോർമെറ്ററി ഉണ്ട്. അതുപോലെ തന്നെ റൂംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഫുഡും കിട്ടും, നല്ല കേരള ഫുഡും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡും കിട്ടും. ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഈ വില്ലേജും. പിന്നെ അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേ കാണാൻ ഈ ഹോം സ്റ്റേ തന്നെ ഉണ്ട് ഗൈസ്. 200-150 വർഷം പഴക്കമുള്ള ഹോം സ്റ്റേ ആണിത്. ഹോം സ്റ്റേ എന്നല്ല, അവരുടെ ഹോം സ്റ്റേയുടെ ബിൽഡിങ് തന്നെ അത്രയും കിട്ടുന്ന സ്ഥലമാണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ മണാലിയിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ അടിക്കണം. ഒക്കെ അത്രയും അടിപൊളി സ്ഥലം തന്നെയാണ് ഷലീനൊക്കെ വില്ലേജൊക്കെ. കേട്ടുപോലും കാണില്ല നിങ്ങളൊക്കെ. ഈ കുറേ വില്ലേജൊക്കെ നമ്മൾ കേട്ടില്ല, ഗർഹൻ വില്ലേജ്, ബർഷാനൊക്കെ. പക്ഷേ നമ്മൾ കേട്ടുപോലും പോലും ഇല്ലാത്ത ഇത്രയും കിണ്ണം വില്ലേജ്.